ഭീകരവാദം കൊണ്ട് ജമ്മുകാശ്മീരിന്റെ വികസനം തടയാൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരർ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. വികസന പദ്ധതികൾ രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിച്ചതിന്റെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കശ്മീരിൽ ചെനാബ് പാലം രാജ്യത്തിന് സമർപ്പിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം എന്ന വിശേഷണമുള്ള ചെനാബ് പാലമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. കത്ര ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജമ്മുവിലെ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഓങ്കാരം ചൊല്ലി മാതാ വൈഷ്ണവദേവിയെ സ്തുതിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. ഭീകരവാദം കൊണ്ട് ജമ്മുകാശ്മീരിന്റെ വികസനം തടയാൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരർ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. साथियों, जिन लोगों की क्रॉस बॉर्डर फायरिंग में मृत्यु हुई है, उनके परिवार के सदस्य को कुछ दिन पहले ही नियुक्ति पत्र सौंपे गए. പഹൽഗാമിലെ കൂട്ടക്കൊല കാരണം സംസ്ഥാനത്തിന്റെ വികസനം മുടങ്ങില്ല. ഇത് തന്റെ വാഗ്ദാനമാണെന്നും അത് തടസ്സപ്പെടുത്താൻ വരുന്നവർക്ക് മോദിയെ നേരിടേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വികസന പദ്ധതികൾ രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിച്ചതിന്റെ തെളിവാണ്. ചെനാബ് പാലം പോലെയുള്ള വികസനങ്ങൾ ഭാരതത്തിന്റെ ശക്തിയുടെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ചെനാബ് പാലം രാജ്യത്തിന്റെ അഭിമാനമാണ്. ആധുനിക കാലത്തെ നിർമ്മാണ അത്ഭുതങ്ങളിലൊന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നൂറ്റാണ്ടിന്റെ വിസ്മയമായ ശിവാലിക് താഴ്വരയിലെ കഠിന വഴികളിലൂടെ തീവണ്ടിപ്പാത നിർമ്മിക്കാൻ ഒരു നൂറ്റാണ്ട് മുൻപ് കശ്മീരിലെ രാജാക്കന്മാർ കണ്ട സ്വപ്നമാണ് മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം എന്ന വിശേഷണമുള്ള ചെനാബ് പാലം പ്രധാനമന്ത്രി ത്രിവർണ പതാകയേന്തി നടന്ന് സന്ദർശിച്ചു. ജമ്മു കശ്മീരിലെ ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ് ചെനാബ് പാലം. വൈഷ്ണോദേവി ക്ഷേത്രം ഉൾപ്പെടുന്ന കത്ര പ്രദേശത്തേക്ക് ദിവസവും ഒട്ടേറെ ഭക്തരാണ് എത്തുന്നത്. ഇതുവരെ കാൽനടയായോ ബോട്ട് മാർഗമോ എത്തിയിരുന്നിടത്താണ് ഇനി ട്രെയിൻ എത്തുക. 272 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 38 തുരങ്കങ്ങളും 927 പാലങ്ങളുമുള്ള കശ്മീർ റെയിൽവേ പദ്ധതിയുടെ ഭാഗമാണ് ഈ പാത. ആധുനിക കാലത്തെ നിർമ്മാണ അത്ഭുതങ്ങളിലൊന്നായാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ആദ്യമായി ബന്ധിപ്പിക്കുന്ന പാലം എന്ന സവിശേഷതയും ചെനാബ് പാലത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോരാട്ടം മുറുകുന്നു. പെൻഷനുമായി ബന്ധപ്പെട്ട KC വേണുഗോപാൽ നടത്തിയ പരാമർശം ആയുധമാക്കുകയാണ് LDF. അതേസമയം സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്കെതിരായ ജനവികാരം വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. പ്രമുഖ വ്യക്തികളെ കണ്ടാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. PV അൻവർ കൂടി കളത്തിലിറങ്ങിയതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 3 മുന്നണികളും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് എടക്കരയിലും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്തറയിലുമാണ് പ്രചരണം നടത്തിയത്. പെരുന്നാളായതുകൊണ്ട് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വീടുകൾ കയറിയുള്ള പ്രചരണം ഒഴിവാക്കി. പകരം പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ പ്രസ്താവനയാണ് CPM പ്രധാനമായും ആയുധമാക്കുന്നത്. പെൻഷൻ ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചാണ് മണ്ഡലത്തിലെ വിഷയം LDF സജീവമാക്കിയിരിക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരായ വികാരം വോട്ടായി മാറുമെന്നാണ് UDF പ്രതീക്ഷ. മലപ്പുറത്തെ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെയും CPM നേതാക്കളുടെയും പ്രസ്താവന തന്നെയാണ് UDFന്റെ മുഖ്യ പ്രചരണായുധം. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിലേക്കെത്തും. LDFന് വേണ്ടി രംഗത്തിറങ്ങുന്നത് മന്ത്രിമാരുടെ നീണ്ട നിരയാണ്. പൊതുസമ്മതരായ കൂടുതൽ നേതാക്കളെ രംഗത്തിറക്കാൻ ശ്രമിക്കുകയാണ് NDA. അതേസമയം UDFന് വേണ്ടി ദേശീയ നേതാക്കൾ തന്നെ വരും ദിവസങ്ങളിൽ നിലമ്പൂരിലെത്തും. ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് തേടി അടുത്തയാഴ്ച പ്രിയങ്ക ഗാന്ധി തന്നെ രംഗത്തിറങ്ങുന്നുണ്ട്. PV അൻവർ തെരഞ്ഞെടുപ്പിൽ ഫാക്ടറല്ല എന്ന മുന്നണികൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും നിലമ്പൂരിലെ സാഹചര്യം പ്രവചനാതീതമാണ്. അമൃത ന്യൂസ്, നിലമ്പൂർ. റബ്ബറിന് 250 രൂപ നൽകാമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്ത വില എവിടെയെന്ന് വ്യക്തമാക്കണമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. നിലമ്പൂരിൽ ഉൾപ്പെടെയുള്ള മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ BJP ഏറ്റെടുത്ത് പ്രവർത്തിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. 250 രൂപ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ 9ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ
റബ്ബർ കർഷക ജനതയുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ച് ചെല്ലുന്ന പിണറായി വിജയനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, BJPക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ വാഗ്ദാനം ചെയ്ത റബ്ബറിന്റെ 250 രൂപ എവിടെ? അദ്ദേഹത്തിന് മാത്രമല്ല ആ അധികാരം ഡെലിഗേറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വരെ അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലും കാട്ടുപന്നിയുടെ ശല്യം ആ നിയമനിർമ്മാണം വഴി, ആ തീരുമാനം വഴി കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? പണ്ട് മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകന്റെ കയ്യിൽ ഒരു പഞ്ചായത്ത്, ഒരു വീട്ടിൽ ഒരാൾക്ക് തോക്കുണ്ടായിരുന്നു. ആ തോക്ക് സർക്കാർ അനുവദിച്ചിട്ടുണ്ടായിരുന്നത് അവർ അന്നത്തെ കാലത്തും ഇതിനേക്കാൾ വലിയ വന്യമൃഗശല്യവും കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗശല്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആ കൃഷിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അവർക്ക് ഈ തോക്ക് കൊടുത്തിരുന്നത്. സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും വലിയ ആവേശത്തിൽ തന്നെയാണ് PV അൻവർ ഉള്ളത്. എന്നാൽ ഇത്തവണ കാടടച്ചുള്ള പ്രചരണമല്ല അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ പ്രചരണത്തിൻ്റെ ആവശ്യമില്ല എന്നും 75,000-ലധികം വോട്ടുകൾ പിടിക്കുമെന്നുമാണ് അൻവർ പറയുന്നത്. അതിനിടെ JDSന്റെ ദേശീയ കൗൺസിൽ അംഗം ഉൾപ്പെടെ ഏതാനും പ്രവർത്തകർ തൃണമൂലിൽ ചേർന്നു. മത്സരം സ്വതന്ത്രനായിട്ടാണെങ്കിലും ഇടത് വലത് മുന്നണികൾക്കെതിരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് PV അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. കഴിഞ്ഞ 2 തവണത്തെയും പോലെ മണ്ഡലം മുഴുവൻ ചുറ്റിയുള്ള പ്രചരണം ഇത്തവണയില്ല. അവസാന ദിവസങ്ങളിൽ മാത്രം അക്കാര്യം ആലോചിക്കാമെന്നാണ് അൻവർ പറയുന്നത്. എന്നാൽ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. 75,000 വോട്ട് മിനിമം പിടിച്ച് വലിയ വോട്ടിന്, അതൊരു പക്ഷേ 1 ലക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി പിടിച്ച വോട്ടിലേക്ക് പോയാൽ നിങ്ങളാരും അത്ഭുതപ്പെടേണ്ടതില്ല. അത് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ഈ പറഞ്ഞ 10-75,000 വോട്ട് നമ്മൾ ഇപ്പോൾ 25,000 വോട്ട് പിടിക്കാൻ വന്നതാണ്. ഇപ്പോൾ ഈ 3 ദിവസം മണ്ഡലത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ ഈ പറയുന്ന 75,000 തൊട്ട് 1 ലക്ഷം വരെ വോട്ട് പിടിക്കാനുള്ള ഒരു ട്രെൻഡ്, മനുഷ്യരുടെ മാനസികാവസ്ഥ അത് ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് എത്താനുള്ള പരിശ്രമം എല്ലാം നടത്തും ഞങ്ങൾ. ഇടത് വലത് മുന്നണികളുടെ കൊട്ടിഘോഷിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തെയും അൻവർ പരിഹസിച്ചു. അടിസ്ഥാന വിഷയങ്ങൾ തമസ്കരിച്ചാണ് മുന്നണികളുടെ പ്രചരണമെന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ ഒരാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾ ഫാഷൻ ഷോ നടത്തുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ പാവപ്പെട്ട നെഞ്ചത്തെ എല്ലുന്തിയ പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിലിങ്ങനെ എന്താ വലിയ ഈ പറയുന്ന കൊട്ടിഘോഷിക്കപ്പെടൽ കാണില്ല എന്ന് ചോദിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഫാഷൻ ഷോ നടക്കട്ടെ, മറുഭാഗത്ത് പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ. മനുഷ്യന്മാർ പട്ടിണി എടുക്കുമ്പോഴേ ഈ മലയോരത്ത്, അപ്പോൾ അതൊക്കെ ജനങ്ങൾ കാണട്ടെ. LDFൽ നിന്നും UDFൽ നിന്നും അസംതൃപ്തരായ ആളുകളെ കൂടെ കൂട്ടുകയാണ് PV അൻവർ ഇപ്പോൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി JDS ദേശീയ കൗൺസിൽ അംഗം എരഞ്ഞിക്കൽ ഇസ്മയിലിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. നിലവിലെ സാഹചര്യത്തിൽ ചെറുതല്ലാത്ത വോട്ട് അൻവർ പിടിച്ചാൽ മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റും. അമൃത ന്യൂസ്, മലപ്പുറം. PV അൻവറിനോട് UDF കാണിച്ചത് വലിയ വഞ്ചനയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അൻവറിനോട് പറഞ്ഞ വാക്കിൽ നിന്നും UDF പിന്മാറിയത് ശരിയായില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് LDF കാണുന്നതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഇടത് മുന്നണിയെ കടന്നാക്രമിച്ചാണ് മറ്റ് ചില പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. M സ്വരാജിന് അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂരിലുള്ളതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അൻവറിനെ യഥാർത്ഥത്തിൽ UDF വലിയ വഞ്ചനയല്ലേ അൻവറിനോട് കാണിച്ചു. അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ അദ്ദേഹം, ഞാൻ വഞ്ചിച്ചു എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഈ UDFിലെ പ്രവേശനം ഉറപ്പ് കൊടുത്തു. അത് പാലിക്കപ്പെട്ടില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അൻവർ UDF പോകണമെന്നപ്പോൾ പറഞ്ഞു. ഞാൻ പറയുന്നത് UDF എടുത്ത നിലപാടിനെ കുറിച്ചാണ് പറയുന്നത്. UDF എടുത്ത നിലപാടിൽ വഞ്ചനയില്ലേ? UDF കൊടുത്ത ഉറപ്പ് ലംഘിച്ചില്ലേ? വാക്കുമാറിയില്ലേ? അൻവറിനും UDFിനും BJPക്കുമുള്ള ധാരണ എന്താ? ഇടതുപക്ഷത്തെ തോൽപ്പിക്കും. അതിന് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ അവർ ഐക്യപ്പെടും, നിലപാടുകൾ ഐക്യപ്പെടും. ഇനി പിന്നെ നമുക്ക് നിലമ്പൂർ കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ, അതിനിടയിൽ നമുക്ക് കാണാം എന്തെല്ലാം ചിത്രം കാണാൻ രൂപപ്പെടാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. കോഴിക്കോട് മലപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ റെയ്ഡ്. 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരെ നടക്കാവ് പോലീസ് പിടികൂടി. 2 വർഷമായി വാടകയ്ക്ക് നൽകിയ ഈയാപ്പടിയിലെ അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡ് നടന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി വർഷ ചേരുന്നുണ്ട്. വർഷ, എന്തായിരുന്നു സംഭവം? പോലീസിന്റെ വിശദീകരണം എന്താണ്?
രാജേഷ്, കോഴിക്കോട് മലാപ്പറമ്പിലെ ഇലിയാപ്പടിയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് സംഭവം. ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് നടക്കാവ് പോലീസ് ഇവിടെ നിന്നും 9 പേരെ അറസ്റ്റ് ചെയ്തത്. 6 സ്ത്രീകളടക്കം 9 പേരെയാണ് പോലീസ് പിടികൂടിയത്. അതിൽ 2 പേർ ഇടപാടുകാർ, അതായത് പെൺവാണിഭ കേന്ദ്രത്തിലെത്തിയ ഇടപാടുകാരാണ് എന്നാണ് പോലീസ് നൽകിയ വിശദീകരണം. 2 വർഷം മുമ്പാണ് ഈ അപ്പാർട്ട്മെന്റ് ബാലുശ്ശേരിയിലുള്ള ഒരാൾ വാടകയ്ക്ക് എടുത്തത്. അയാൾക്കും ഭാര്യയ്ക്കും താമസിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞായിരുന്നു വീട് വാടകയ്ക്ക് എടുത്തത്. ശേഷം ഭാര്യയുടെ നേതൃത്വത്തിൽ അവിടെ മറ്റുള്ളവർക്ക് വാടക കൊടുക്കുന്നു എന്നാണ് ഉടമയെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ ഇവിടെ എങ്ങനെ വരാറില്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം സുരക്ഷിതമാണെന്ന വിശ്വാസമായിരുന്നു ഉടമയ്ക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉടമയായ സുരേഷ് ബാബു ഇവിടേക്ക് വരാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പോലീസ് വിളിച്ചതിനെ തുടർന്നാണ് സുരേഷ് ബാബു സ്ഥലത്തെത്തിയത്. അപ്പോഴാണ് ഇത്തരമൊരു പെൺവാണിഭം ഇവിടെ നടക്കുന്ന വിവരം അദ്ദേഹം അറിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുമ്പ് നാട്ടുകാരിൽ പലരും ഇങ്ങനെ അസമയത്ത് ഉൾപ്പെടെ ആളുകൾ എത്തുന്നു എന്നുള്ള വിവരം ഇദ്ദേഹത്തെ അറിയിച്ചിരുന്നപ്പോൾ വന്ന് അന്വേഷിച്ചിരുന്നു. എന്നാൽ അങ്ങനെ അസ്വാഭാവികമായ ഒന്നുമില്ല എന്നുള്ളതാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ വാടകയ്ക്കെടുത്ത അമീഷ് കുമാർ എന്ന് പറയുന്ന ആളുടെ ഭാര്യയായിട്ടുള്ള സ്ത്രീ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത 9 പേരിൽ ഈ ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉടമ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനീഷ് കുമാർ എന്ന് പറയുന്ന ആൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം അദ്ദേഹം ഭാര്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സ്ത്രീ ഉൾപ്പെടെ ഈ അറസ്റ്റ് ചെയ്ത 9 പേരിലുണ്ടെന്നുള്ള വിവരമാണ് ഉടമ ഇപ്പോൾ എന്തായാലും നൽകുന്നത്. നിലവിൽ ഇപ്പോൾ ഇവർ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. നടക്കാവ് പോലീസ് കസ്റ്റഡിയിലാണ് നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 9 പേരുമുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. മറ്റു വാർത്തയിലേക്ക്, പലിശ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് 0.5% കുറച്ചു. റിപ്പോ നിരക്ക് 0.5% കുറച്ചിട്ടുണ്ട്. ഭവന വാഹന വായ്പകളിലടക്കം പലിശ നിരക്ക് കുറയും. വീണ്ടും നിരക്ക് കുറച്ച് സാമ്പത്തിക വർഷത്തെ 2ാമത്തെ പണനയം RBI പ്രഖ്യാപിച്ചു. അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോയിൽ 0.5% ഇളവാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ റിപ്പോ നിരക്ക് 5.50% പണപ്പെരുപ്പം കുറയുന്നതോടൊപ്പം വളർച്ചയ്ക്ക് മുൻഗണന നൽകേണ്ട സാഹചര്യവും കണക്കിലെടുത്താണ് തുടർച്ചയായി 3ാം തവണയും നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തയ്യാറായത്. വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കുന്നതിന് കരുതൽ ധനാനുപാതം 1% കുറച്ചു. നിലവിലെ 4%-ൽ നിന്ന് 3%-ആയാണ് താഴ്ത്തിയത്. 4 ഘട്ടമായാണ് ഇത് നടപ്പാക്കുകയെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. Temporary tariff relief and the optimism around trade negotiations. However, it is still high to weaken sentiments and lower global growth prospects. Accordingly, global growth as well as trade projections have been revised downwards by multilateral agencies. സെപ്റ്റംബർ 6, ഒക്ടോബർ 4, നവംബർ 1, നവംബർ 29 എന്നിങ്ങനെയാകും CRR കുറയ്ക്കുക. കഴിഞ്ഞ 3 മാസമായി പണപ്പെരുപ്പം 4% എന്ന ലക്ഷ്യത്തിന് താഴെയായി തുടരുകയാണ്. വരും മാസങ്ങളിൽ പണപ്പെരുപ്പം കുറയാനുള്ള സാധ്യതയും RBI പരിഗണിച്ചു. ആഗോളതലത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ സമ്പദ്ഘടനയ്ക്ക് അടിയന്തര ഉത്തേജനം നൽകേണ്ട സാഹചര്യം കൂടി കണക്കിലെടുത്താണ് തീരുമാനം. ഇതോടെ 3 തവണയായി റിപ്പോ നിരക്കിൽ 1% കുറവ് വരുത്തിയത്. വായ്പ, നിക്ഷേപ പലിശകളിൽ നിരക്ക് കുറവ് ഉടനെ പ്രതിഫലിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 95 വയസ്സായിരുന്നു. KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ മുതൽ പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് 1:30 ശാന്തി കവാടത്തിലാണ് സംസ്കാരം. ഏറെക്കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സംസ്ഥാനത്തെ നെട്ടയത്തുള്ള സ്വവസതിയിൽ കഴിയുകയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. മരണം അറിഞ്ഞയുടൻ കോൺഗ്രസ് നേതാക്കളും മന്ത്രിമാരുമടക്കം ആശുപത്രിയിലെത്തി. ഭൗതിക ശരീരം ഇപ്പോൾ നെട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എത്തുകയാണ്. നാളെ രാവിലെ 10:30 വരെ വീട്ടിലെ പൊതുദർശനം തുടരും. അതിനുശേഷം KPCC ആസ്ഥാനത്താണ് പൊതുദർശനം. മുഖ്യമന്ത്രി നാളെ ഇന്ദിരാഭവനിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. ഉച്ചയ്ക്ക് 1 മണിവരെ KPCC ആസ്ഥാനത്ത് പൊതുദർശനം തുടരും. അതിനുശേഷം 1:30 ശാന്തി കവാടത്തിലാണ് സംസ്കാരം നടക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഏവർക്കും സ്വീകാര്യനായ സൗമ്യമായ വ്യക്തിത്വമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക്. 95-ാം വയസ്സിൽ ഒരു കാലഘട്ടം മറയുമ്പോൾ പല തലമുറകളിലെ പ്രവർത്തകർ അദ്ദേഹത്തെ ഓർക്കുന്നതും അങ്ങനെ തന്നെയാണ്.
ശബ്ദഘോഷങ്ങളില്ലാതെ സംസ്ഥാനത്ത് കോൺഗ്രസിനെ നയിക്കുകയും വിജയങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത നേതാവ്. ലീഡർ കെ കരുണാകരനും AK ആന്റണിയും അടക്കി വാണിരുന്ന കാലത്ത് ഗ്രൂപ്പ് കലഹങ്ങൾ കലാപങ്ങളായി മാറുമ്പോൾ കോൺഗ്രസിലെ സമവായ ഫോർമുല അതായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. ഗ്രൂപ്പുകളുടെ അതിപ്രസരത്തിൽ അധികാര വടംവലിയിൽ ഞെരിഞ്ഞമരുന്ന വേളയിൽ കോൺഗ്രസിലെ തർക്കപരിഹാര കമ്മിറ്റികളിൽ എക്കാലത്തെയും ചെയർമാൻ, പക്വതയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അഗ്രഗണ്യൻ. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടി UDF 2001 അധികാരത്തിലേറുമ്പോൾ KPCCയുടെ അമരക്കാരൻ. പക്ഷേ കൊടുമ്പിരി കൊണ്ട AI ഗ്രൂപ്പ് പോരിനൊടുവിൽ AK ആന്റണി മുഖ്യമന്ത്രിയായാൽ I ഗ്രൂപ്പിൽ നിന്ന് KPCC അധ്യക്ഷൻ വേണമെന്ന കെ കരുണാകരന്റെ പിടിവാശിയിൽ ഒരക്ഷരം പോലും മിണ്ടാതെ കെ മുരളീധരന് വേണ്ടി പദവി ഒഴിഞ്ഞു നൽകി. ചെരുപ്പ് വാങ്ങാനായി കടയിൽ നിൽക്കുമ്പോൾ ഒട്ടും നനച്ചിരിക്കാതെ വരുന്ന ഒരു ഫോൺ വിളി. KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം അറിയുന്നു. നേരെ ഇന്ദിരാഭവനിലെത്തി രാജി നൽകി പടിയിറങ്ങിയ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആൾരൂപത്തെ പ്രകീർത്തിക്കാൻ അന്ന് പത്രങ്ങളൊക്കെ മത്സരിക്കുകയായിരുന്നു. തെന്നലയെ രാജിവെപ്പിച്ചത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് AK ആന്റണിയും യാതൊരു വിസമ്മതവും കൂടാതെ തനിക്ക് ചുമതല നൽകിയെന്ന് കെ മുരളീധരനും ഈ വേളയിൽ അനുസ്മരിക്കുമ്പോൾ തെന്നലയെ കാലമടയാളപ്പെടുത്തുന്നതും 2001 പടിയിറക്കത്തിലൂടെ തന്നെയാണ്. 2 തവണ നിയമസഭാംഗവും 3 തവണ രാജ്യസഭാംഗവുമായി. ധനിക കുടുംബത്തിൽ ജനിച്ച നേതാവ്. പക്ഷേ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ സ്വത്തുക്കൾ മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ത്യജിച്ച് മാതൃക കാട്ടി. തന്റെയും ഭാര്യയുടെയും സഹോദരങ്ങളുടെയും സ്വത്തുക്കൾ വരെ പൊതുപ്രവർത്തന രംഗത്ത് ത്യജിക്കേണ്ടി വന്നു. തലമുറകൾക്ക് മാതൃകയായാണ് തെന്നല എന്ന സൗമ്യതയുടെ മുഖം മടങ്ങുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നേതാക്കൾ. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് കോൺഗ്രസ് നേതാക്കൾ. കേരളത്തിലെ കോൺഗ്രസിലെ സർവാദരണീയനായ നേതാവ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിൽ എതിരാളികളില്ല. എല്ലാവരും അദ്ദേഹത്തിന്റെ മിത്രങ്ങളും സുഹൃത്തുക്കളും ശിഷ്യന്മാരും അനുയായികളുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൽ തർക്കമുണ്ടായാൽ തെന്നലയുടെ തീരുമാനമാണ് അവസാന തീരുമാനം. ഏറ്റവും ബഹുമാന്യനായ തെന്നല ബാലകൃഷ്ണപിള്ള സാറിൻ്റെ വേർപാടിലൂടെ കേരളത്തിലെ കോൺഗ്രസിന് അതിൻ്റെ തറവാട്ട് കാരണവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എത്രയോ പതിറ്റാണ്ട് കാലം പക്വതയാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് നേതാക്കൾക്ക് മാർഗനിർദ്ദേശം നൽകിയ നേതാവായിരുന്നു ബാലകൃഷ്ണ സാർ. കോൺഗ്രസിലെ താഴെയുള്ള അദ്ദേഹത്തിന് അടുത്തുള്ളതും പിന്നെയുള്ളതുമായ തലമുറകൾക്ക് വാരിക്കോരി നൽകിയിട്ടുള്ള ഒരു നേതാവിനെയാണ് നഷ്ടമായത്. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള അഗാധമായ ദുഃഖം ഞാൻ പ്രകടിപ്പിക്കും. തെന്നല സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 99 സീറ്റിൽ വിജയിച്ചപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് അനുസരിച്ച് അദ്ദേഹത്തിനോട് പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം എന്ന് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ ഒരു വിസമ്മതവും കൂടാതെ അദ്ദേഹം വന്ന പ്രസിഡൻഷിപ്പ് എന്നെ ഏൽപ്പിച്ച സന്ദർഭം ഞാൻ ഓർക്കുക. ഒരിക്കലും ഒരു മുഖത്തൊരു പ്രയാസവും അദ്ദേഹം പുറത്ത് കാണിക്കാതെയാണ് പാർട്ടിയുടെ ഉത്തരവിനെ അദ്ദേഹം ശിരസാ വഹിച്ചത്. തെന്നല സാറ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സൗമ്യ മുഖമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിൽ എന്നെല്ലാം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം തെന്നല സാറിനെ വിളിക്കുമ്പോൾ ആ പ്രതിസന്ധിക്ക് ഒരയവുണ്ടാകുമായിരുന്നു. എല്ലാവർക്കും സ്വീകാര്യമായ നിലയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് ആ കുടുംബത്തിലെ വസ്തുവകകൾ പോലും വിറ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവായി നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ കഴിയും. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നഷ്ടം കോൺഗ്രസിന് മാത്രമല്ല, അതുപോലെ തന്നെ UDFന് മാത്രമല്ല, കേരളത്തിന് തന്നെ വലിയ നഷ്ടമാണ്. നിയമസഭാ അംഗവും പാർലമെൻറ്റ് മെമ്പറും ഒക്കെ എല്ലാ നിലയിലും അദ്ദേഹം ശോഭിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ കുടുംബത്തോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി ആളുകളോടും ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റത്തെ ദുഃഖം പ്രകടിപ്പിക്കുക. ന്യൂസ് ഡെസ്ക്, അമൃത TV. സർവാദരണീയനും മാന്യനുമായ രാഷ്ട്രീയ നേതാവിനെയാണ് തെന്നല
ബാലകൃഷ്ണപിള്ളയുടെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. അധികാരവും അധികാരമില്ലായ്മയും ഒരുപോലെയെന്ന് കണ്ട രാഷ്ട്രീയ ജീവിതത്തിന് ഉടമയാണ് തെന്നല ബാലകൃഷ്ണപിള്ള. സ്വന്തം പാർട്ടിയിലെ തർക്കങ്ങളിൽ എല്ലാ പക്ഷത്തിനും സ്വീകാര്യമായിരുന്ന നേതാവ് എന്നതാണ് തെന്നലയ്ക്ക് നൽകപ്പെട്ടിരുന്ന വിശേഷണമെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗത്തിൽ അനുശോചിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ സൗമ്യനായ കോൺഗ്രസ് നേതാവിനെയാണ് നഷ്ടപ്പെട്ടതെന്നും മാതൃകാപരമായ സമീപനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പൊതുരംഗത്ത് ഒരു സൗമ്യതയുടെ പ്രതീകമായിരുന്നു. വാർഡ് തലം മുതൽ മണ്ഡലം, ബ്ലോക്ക്, DCC പ്രസിഡന്റ്, KPCC അധ്യക്ഷൻ എന്നൊക്കെ നിലകളിൽ വരുമ്പോഴും അദ്ദേഹത്തിന് എല്ലാവരുടെയും പിൻബലവും പിന്തുണയും കാണാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. മാതൃകാപരമായ സമീപനത്തിൻ്റെ ഉത്തമമായ ലക്ഷ്യബോധത്തിലേക്കുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ ചിന്തകളെയാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. തൃശ്ശൂർ വടക്കാഞ്ചേരി കുമരനെല്ലൂരിൽ ഹെൽമറ്റും മാസ്കും ധരിച്ചെത്തിയ മോഷ്ടാവ് അടച്ചിട്ട വീട് കുത്തി തുറന്ന് പണം കവർന്നു. മോഷ്ടാവിൻ്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശ്രീദേവി നിവാസിൽ ഗോപിനാഥൻ്റെ വസതിയിലാണ് ഇന്ന് പുലർച്ചെയോടെ മോഷണം നടന്നത്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡ് അരികിലെ വീടിന് സമീപം മോഷ്ടാവ് എത്തുന്നതും വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നതുമെല്ലാം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അകത്ത് കയറിയ മോഷ്ടാവ് വീടിനകത്തെ അലമാരയിലെയും മറ്റു സാധന സാമഗ്രികളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. ആൾ താമസമില്ലാത്ത വീട്ടിലാണ് സംഭവം നടന്നത്. വീട് സൂക്ഷിപ്പുകാരൻ ഉച്ചയോടെ സ്ഥലത്തെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം കവർന്നെടുത്തത് ഇടുക്കിയിലെ കർഷകരുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. അതിതീവ്ര മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയതോടെ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം കൃഷി പാടെ നശിച്ചു. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഏലം കൃഷി സാവധാനം ഉയർത്തെഴുന്നേറ്റ് തുടങ്ങിയപ്പോഴാണ് അതിതീവ്ര മഴയും കാറ്റും വില്ലനായി എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത മഴയിൽ ഇടുക്കിയിൽ 1159 കർഷകരുടെ ഉടമസ്ഥതയിലുള്ള 200 ഹെക്ടർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചതായാണ് പ്രാഥമിക കണക്ക്. 1,40,00,000 രൂപയുടെ നഷ്ടമുണ്ടായി. വിവിധ കൃഷി ഓഫീസുകളിൽ നാശനഷ്ടം സംബന്ധിച്ച് അറിയിപ്പ് നൽകിയവരെ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണിത്. 100 കണക്കിന് ഏലം കർഷകർ ഇനിയും അപേക്ഷ നൽകാനുണ്ടെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും ഉയരും. ഒരുപാട് അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി വരെ സ്വർണം പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കൃഷി ഇങ്ങനെ ചെയ്ത് നിലവിൽ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ സാഹചര്യത്തിൽ ഇത്രയും പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുറേ വർഷത്തെ അധ്വാനവും പ്രതീക്ഷയാണ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയ്ക്കൊപ്പമെത്തിയ കാറ്റാണ് ഇത്തവണ വില്ലനായത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചെടികൾ നശിച്ചു. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ നിരവധി കർഷകരുടെ ഏലം കൃഷി പാടെ നശിച്ചിരുന്നു. കടം വാങ്ങിയും മറ്റും വീണ്ടും പുതിയ കൃഷി ഇറക്കിയപ്പോഴാണ് മഴയും കാറ്റും വില്ലനായി എത്തിയത്. ഇത്തവണ മികച്ച വിലയും വിളവും ഉണ്ടായിരുന്നതിനാൽ വേനലേൽപ്പിച്ച പ്രതിസന്ധിയെ അതിജീവിക്കാനാകുമെന്നായിരുന്നു കർഷകരുടെ പ്രതീക്ഷ. ഈ പ്രാവശ്യത്തെ കാറ്റും മഴയും നമ്മൾ ചതിച്ചു. ലോൺ എടുത്തും ഗോൾഡ് പണയം വെച്ചും കുടുംബശ്രീയൊക്കെ വഴിയായിട്ടൊക്കെ ഞങ്ങൾ ഒത്തിരി ലോണൊക്കെ എടുത്തൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പം സഹിക്കാൻ പറ്റുന്നില്ല. സർക്കാർ സംവിധാനങ്ങളുടെയോ സ്പൈസസ് ബോർഡിന്റെയോ സഹായമുണ്ടായാൽ മാത്രമേ ഇനി കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കോഴിക്കോട്ടെ ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും ദുരിതയാത്ര തുടരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡും മോട്ടോർ വാഹന വകുപ്പിന്റെ അമിത പിഴയും കാരണം പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് ബസ് ഉടമകൾ. പ്രശ്നം പലതവണ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചുവെങ്കിലും ഇതുവരെയും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള സാഹസിക യാത്രയിൽ പലപ്പോഴും സമയം കൃത്യമായി പാലിക്കാൻ ബസ്സുകൾക്ക് കഴിയാറില്ല. അങ്ങനെയുള്ളപ്പോൾ മറ്റ് ബസ് ജീവനക്കാരുമായി തർക്കത്തിലേർപ്പെടേണ്ടെന്നു കരുതി ട്രിപ്പ് മുടക്കും. അത്തരം സന്ദർഭങ്ങളിൽ ബസ്സുകൾ ഗതാഗത തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തിയിട്ടാൽ മോട്ടോർ വാഹന വകുപ്പും ട്രാഫിക് പോലീസും ഭീമമായ പിഴ ഈടാക്കുകയാണെന്നാണ് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രധാന ആരോപണം. റോഡിലെ കുണ്ടും കുഴിയും കാരണം, മഴ കാരണം കൊണ്ടും കൃത്യമായിട്ട് ട്രിപ്പ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ട്രിപ്പ് എടുക്കാൻ പറ്റാത്ത ചില ബസ്സുകൾ എവിടെയെങ്കിലും ഒഴിഞ്ഞ മേഖലയിൽ കൊണ്ടുപോയി ബസ് നിർത്തിവെക്കുമ്പോൾ അതിനെ ഒളിഞ്ഞും മറിഞ്ഞും നിന്നുകൊണ്ട് ഈ RTO ഓഫീസിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ക്യാമറയിൽ പതിച്ചിട്ട് ഈ ചെലാനെന്ന് പറഞ്ഞ് പൈസ അടപ്പിക്കുകയാണ്. PCC സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയത് കാരണം മതിയായ ജീവനക്കാരെ കിട്ടാനില്ലെന്നും പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പ്രൈവറ്റ് ബസ് മേഖല നാശത്തിന്റെ വക്കിലാണെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഈ മേഖലകളിലേക്ക് തൊഴിലാളികൾ കടന്നു വരുന്നില്ല. കാരണം ഇവിടെ ജനിച്ച് വളർന്ന ആളുകൾക്ക്
പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ അധികൃതർ പറയുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജിലും കാലാനുസൃതമായ മാറ്റം കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. 13 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടികളെ കൺസെഷൻ ചാർജ് ₹1 എന്നുള്ളത് ഇന്നേ വരെ അതിനൊരു വർധനവുണ്ടായിട്ടില്ല. 92 കുട്ടികൾ കയറി ₹92 കിട്ടിയാൽ മാത്രമേ 1 ലിറ്റർ ഡീസൽ അടിക്കാൻ പറ്റുള്ളൂ. ഈ ഭരിക്കുന്ന ഗവൺമെൻറ് 2 കമ്മീഷൻ വെച്ച് 2 കമ്മീഷനും ഈ വ്യവസായം നിലനിർത്തണമെങ്കിൽ ഈ വിദ്യാർത്ഥികളെ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളത്. പ്രശ്നങ്ങളെല്ലാം പലതവണ അധികാരികളെ അറിയിച്ചെങ്കിലും ഇതുവരെ പരിഹാരമുണ്ടായില്ല. ഇനിയും ഈ അവസ്ഥ തന്നെ തുടരുകയാണെങ്കിൽ സർവീസ് നിർത്തേണ്ടി വരുമെന്നാണ് അസോസിയേഷൻ പറയുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ബംഗളൂരുവിലെ RCB വിക്ടറി പരേഡ് ദുരന്തത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. അതേസമയം RCB മാർക്കറ്റിംഗ് ഹെഡ് നിഖിൽ സോസലിയുടെ അറസ്റ്റിൽ തൽക്കാലം ഇടപെടുന്നില്ല എന്ന് കർണാടക കോടതി വ്യക്തമാക്കി. ആരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ ഗോവിന്ദരാജുവിനെയും മാറ്റിയിട്ടുണ്ട്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തത്തിൽ RCB മാർക്കറ്റിംഗ് ഹെഡിന്റെ അറസ്റ്റിൽ ഇടപെടുന്നില്ല എന്ന് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കി. ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നാണ് RCB മാർക്കറ്റിംഗ് ഹെഡ് നിഖിൽ സോസലെ അറസ്റ്റിലായത്. സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് കേൾക്കണമെന്നും കോടതി പറഞ്ഞു. ഈ വിഷയം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. കേസെടുത്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തെന്ന് നിഖിൽ സോസലെ അവകാശപ്പെട്ടു. എന്നാൽ അത്തരം വാദങ്ങളിൽ യുക്തിയില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ ഇനി കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് നടപടികൾ പാടില്ല എന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഭാരവാഹികൾ അന്വേഷണവുമായി സഹകരിക്കണം. കേസ് ഇനി ജൂൺ 16 പരിഗണിക്കും. അതേസമയം വിരാട് കോഹ്ലിയെ അറസ്റ്റ് ചെയ്യണമെന്ന് സമൂഹമാധ്യമങ്ങളിൽ ആവശ്യമുയരുന്നു. വിരാട് കോഹ്ലിയുടെ ലണ്ടൻ യാത്ര കണക്കിലെടുത്താണ് RCBയുടെ വിജയാഘോഷം ബുധനാഴ്ച തന്നെ നടത്തിയതെന്നാണ് ആരോപണം. വിജയാഘോഷത്തിനിടെ മരിച്ചവരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവന്നു. തിക്കിലും തിരക്കിലും പെട്ട മിക്കവരുടെയും മരണം ശ്വാസം മുട്ടിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ചവരിൽ പലരുടെയും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റു എന്നും റിപ്പോർട്ടിലുണ്ട്. ആരോപണങ്ങൾ ശക്തമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ ഗോവിന്ദരാജുവിനെ മാറ്റിയിട്ടുണ്ട്. വിധാൻ സൗദയിൽ പരിപാടി വേണമെന്ന് നിർദ്ദേശിച്ചത് ഗോവിന്ദരാജു എന്നാണ് സൂചന. ഇന്റലിജൻസ് ADGP ഹേമന്ത് നിംബാർക്കർക്കും സ്ഥാനചലനമുണ്ട്. പല തലങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങളാണ് പുരോഗമിക്കുന്നത്. റിപ്പോർട്ടുകൾ ലഭിക്കുന്നവർക്ക് നടപടികൾ ഉണ്ടാകുമെന്നും ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ വധഭീഷണി മുഴക്കിയ പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫിനെ സസ്പെൻഡ് ചെയ്തു. ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റേതാണ് നടപടി. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. റെനി ജോസഫ് സ്ഥിരമായി ഇത്തരം പരാമർശങ്ങൾ പലരെയും കുറിച്ച് നടത്തുന്ന ആളാണെന്ന് യൂണിയൻ പുറത്താക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇയാൾ സ്വഭാവ വൈകല്യത്തിന് ചികിത്സയ്ക്ക് വിധേയനാകുന്നുണ്ട്. റെനി ജോസഫിനെ താക്കീത് ചെയ്തിട്ടുണ്ടെന്നും ജനറൽ സെക്രട്ടറി ഷിബുജി സുശീലൻ പറഞ്ഞു. ഫെഫ്കയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് സാന്ദ്രയെ കൊല്ലുമെന്ന ഭീഷണിയുമായി പ്രൊഡക്ഷൻ കൺട്രോളർ രംഗത്ത് വന്നത്. സാന്ദ്രയുടെ അച്ഛനെതിരെയും അസഭ്യ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. സംഭവം നടന്ന് 2 മാസം കഴിഞ്ഞിട്ടും പോലീസ് കൃത്യമായി നടപടി സ്വീകരിച്ചില്ല എന്ന് സാന്ദ്ര തോമസ് നേരത്തെ ആരോപിച്ചിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ വിമർശിച്ച സാന്ദ്ര തോമസ് നേരത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇതിന് തൊട്ടുപിന്നാലെ പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫ് സാന്ദ്രയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. താൻ സാന്ദ്രയെ വിളിച്ച കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇയാൾ 400ഓളം അംഗങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശമിട്ടത്. ഈ സന്ദേശത്തിലും സാന്ദ്രയെയും പിതാവ് തോമസിനെയും ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാന്ദ്ര, നീ കൂടുതൽ വിളയണ്ട. അപ്പൊ നിങ്ങൾ ആരാണ്? നീ വിളഞ്ഞ നീ ഒരു പെണ്ണല്ലടി. ഈ സാന്ദ്ര ഞാൻ പറഞ്ഞു, നീ കൂടുതൽ വിളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളെ എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ അപ്പനെ തോമസിനെ എടുക്കും. സംഭവത്തിൽ ആദ്യം കമ്മീഷണർക്ക് പരാതി നൽകി. കേസെടുത്തെങ്കിലും പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചില്ല എന്ന് സാന്ദ്ര തോമസ് ആരോപിച്ചു. ഡയറക്റ്റായിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും മോശം കാര്യങ്ങൾ പറയുകയും ഇത്രയും വൃത്തിയോട് പറഞ്ഞിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളിത് അന്വേഷിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് തിരക്കായി പോയി എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ DGPക്കും വിജിലൻസിനും പരാതി കൊടുക്കാനായിട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു വൃത്തിയോട് പറയുകയും വധഭീഷണി നടത്തുകയും ചെയ്ത ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക ഫെഫ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിനർത്ഥം ഫെഫ്ക അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലേ. ഇതൊരു വലിയ ഗുണ്ടാ സെറ്റപ്പാണ്. മലയാള സിനിമ ഭരിക്കുന്ന കുറച്ച് ഗുണ്ടാ സെറ്റപ്പാണ്. പോലീസ് വീഴ്ചയടക്കം ചൂണ്ടിക്കാട്ടി DGPക്കും വിജിലൻസിനും പരാതി നൽകാനാണ് സാന്ദ്ര തോമസിന്റെ തീരുമാനം. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സാന്ദ്രയുടെ പിതാവ് തോമസും പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതിയെ ആശ്രയിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക്.
ഈ ചെയ്തവരെയൊക്കെ നമുക്കറിയാം. ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പ്രൊഡക്ഷൻ കൺട്രോളിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ സിൻസിയറായിട്ടുള്ളവർ. അതേസമയം ഓൺലൈൻ ചാനലിന് സാന്ദ്ര നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾക്കെതിരെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ മാനനഷ്ട കേസ് നൽകിയിരുന്നു. 50 ലക്ഷം രൂപയാണ് മാനനഷ്ടമായി ആവശ്യപ്പെട്ടത്. അമൃത ന്യൂസ്, കൊച്ചി. വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ മരിച്ചു. ഷൈനിന് കൈക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 6 മണിക്ക് സേലത്തിനടുത്ത് പാലക്കോട് വച്ചായിരുന്നു ആ വാഹനാപകടമുണ്ടായത്. ഷൈൻ്റെ സഹോദരന്, അമ്മയ്ക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു കുടുംബം. ധർമ്മപുരി ഹൊസൂർ ഹൈവേയിൽ പാലക്കോട് വെച്ചാണ് അപകടം സംഭവിക്കുന്നത്. ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട മുന്നിൽ പോവുകയായിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ മരണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ പിതാവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ഷൈനിന്റെ വലതുകൈക്ക് പരിക്കേറ്റു. ഷൈനിന്റെ സഹോദരനും അമ്മയ്ക്കും ഡ്രൈവർക്കും നിസാര പരിക്കേറ്റിട്ടുണ്ട്. ഷൈനിന്റെ കൈക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് പ്രാഥമിക നിഗമനം. ഷൈനിന്റെ ചികിത്സാ ആവശ്യങ്ങൾക്കായാണ് കുടുംബം എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചതെന്നാണ് സൂചന. മുൻ സീറ്റിൽ ഡ്രൈവർക്കൊപ്പം ഷൈനിന്റെ സഹോദരനും മധ്യത്തിലെ സീറ്റിൽ അച്ഛനും അമ്മയും പിൻസീറ്റിൽ ഷൈനുമാണ് ഉണ്ടായിരുന്നത്. അപകടം സംഭവിക്കുമ്പോൾ ഷൈൻ ഉറങ്ങുകയായിരുന്നു. പരിക്കേറ്റവരെ ധർമ്മപുരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടവുമായി ബന്ധപ്പെട്ട പാലക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.